ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡിഗ്രി ലെവൽ പ്രിലിംസ് 2026 വേണ്ടിയിട്ട് നമ്മൾ മോക്ക് ടെസ്റ്റ് സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 55 GK ഹോട്ട് ടോപ്പിക്സ്, കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടെ, അതുപോലെ തന്നെ GK ഹോട്ട് ടോപ്പിക്സിനെ ഉൾപ്പെടുത്തിയിട്ടുള്ള മോക്ക് ടെസ്റ്റുകളും ഫുൾ GK പ്ലസ് ഇംഗ്ലീഷ് ഉൾപ്പെടുത്തിയിട്ടുള്ള മോക്ക് ടെസ്റ്റുകളും മെയിൻസ് വരെ ഡിസംബർ മാസം വരെയാണ് വാലിഡിറ്റി. 499 രൂപയാണ് കംപ്ലീറ്റ് പാക്കേജ് വരുന്നത്. അപ്പൊ നല്ല നല്ല ക്വസ്റ്റ്യൻസ്, UPSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള PSC ചോദ്യങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ മോക്ക് ടെസ്റ്റ് ചെയ്യുന്നത്. ഈ പറഞ്ഞതുപോലെ തന്നെ 70% മാർക്കാണ് നമ്മൾ ഇതിലൂടെ ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ ആർക്കെങ്കിലും ചേരാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തിരിക്കാം. അതിലേക്ക് എത്രയും പെട്ടെന്ന് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയക്കാം. നമ്മൾ മെയ് മാസം 2-ാം തീയതിയാണ് ഫസ്റ്റ് ഫേസ്. അപ്പൊ മെയ് മാസം 2-ന്റെ ഫസ്റ്റ് ഫേസിന്റെ റിലേറ്റഡ് ഫാക്ട്സും നമ്മുടെ മുന്നോട്ടുള്ള കോഴ്സിലേക്ക് ഉണ്ടായിരിക്കും. മെയ് 2 കഴിഞ്ഞിട്ടുള്ളത് ജൂൺ മാസം വരെയുള്ള പാറ്റേണിൽ വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും, അതായത് 2 പ്രാവശ്യം ഫസ്റ്റ് സ്റ്റേജും സെക്കൻഡ് സ്റ്റേജും ഉണ്ടാവുമല്ലോ, അതിന്റെ റിലേറ്റഡ് ഫാക്ട്സിന്റെ PDF-കളും നമ്മൾ ഈ കോഴ്സിൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ എല്ലാം കൂടെ ചേർത്തിട്ട് വെറും 499 രൂപ മാത്രമേ ഉള്ളൂ. ജോയിൻ ചെയ്യാനുള്ളവർ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പുതിയ പുസ്തകത്തിനകത്ത് സാമ്പത്തിക വികസന സൂചികകൾ എന്ന് പറയുന്നത് നമ്മുടെ PSCക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു മേഖലയാണ്. കറണ്ട് അഫയേഴ്സ് പോലെ നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ള മേഖലയാണ്. 1-2 സാമ്പത്തിക വികസന സൂചികകൾ നമുക്ക് നോക്കാം. ഒന്ന് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ആണ് ആദ്യത്തത്. രണ്ടാമത്തത് പറയുന്നത് നമ്മുടെ ഭൗതിക ജീവിത ഗുണമേന്മ സൂചിക, ഫിസിക്കൽ ക്വാളിറ്റി ലൈഫ് ഇൻഡെക്സ്. അതുപോലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് സുസ്ഥിര വികസന ലക്ഷ്യ സൂചിക. ഇതിനെപ്പറ്റി സ്ഥിരം ചോദ്യമുണ്ട്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. അപ്പൊ കറണ്ട് അഫയേഴ്സ് പ്ലസ് നമുക്ക് സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ വരുന്ന ഒരു മേഖലയാണ്. കൃത്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. പഠിച്ചിട്ടില്ലാത്തവർ ഇത് പഠിച്ചിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. ആദ്യം നോക്കിക്കേ, മാനവ വികസന സൂചിക അഥവാ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിനെ പറ്റിയിട്ടാണ് പറയുന്നത്. എന്താണ് മാനവ വികസന സൂചിക? സാമ്പത്തിക വികസനം അളക്കുന്നതിന് മാനവ വികാസത്തെ അടിസ്ഥാനമാക്കി യുണൈറ്റഡ് നേഷൻ വികസിപ്പിച്ചെടുത്തിട്ടുള്ള ഒരു സൂചികയാണ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്. എന്താണ്? ഒരു രാജ്യത്തെ സാമ്പത്തിക വികസനം അളക്കുന്നതിനായിട്ട് മാനവ വികസനം അടിസ്ഥാനമാക്കി, ഹ്യൂമൻ ഡെവലപ്മെന്റ് അടിസ്ഥാനമാക്കി യുണൈറ്റഡ് നേഷൻ വികസിപ്പിച്ചെടുത്തിട്ടുള്ള ഒരു സൂചിക, ഒരു ഇൻഡെക്സ് ആണ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്. പ്രധാനമായിട്ടും 3 ഘടകങ്ങളാണ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ നോക്കുന്നത്. 1 ആയുർദൈർഘ്യം, 2 സാക്ഷരതയും മൊത്തം സ്കൂൾ പ്രവേശനത്തിന്റെ നിരക്ക്, 3 പ്രതിശീർഷ വരുമാനം, പെർ ക്യാപിറ്റ ഇൻകം. ഈ 3 കാര്യങ്ങൾ വെച്ചിട്ടാണ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് നമ്മൾ കണക്ക് കൂട്ടുന്നത്. അപ്പൊ നോക്കിക്കേ, ഇവ ഓരോന്നിന്റെയും മൂല്യം പ്രത്യേകം കണക്കാക്കി അവയുടെ ശരാശരി കണ്ടെത്തിയിട്ടാണ് മാനവ വികസന സൂചിക തയ്യാറാക്കുന്നത്. ഇവയുടെ മൂല്യം 0 to 1 ആണ്. പഠിച്ചു വെക്കുക, 0 to 1 ആണ്. ഈ സൂചികയുടെ മൂല്യത്തിന്റെ അടിസ്ഥാനത്തിൽ ലോകരാഷ്ട്രങ്ങളെ നമ്മൾ 4ആയിട്ട് ഡിവൈഡ് ചെയ്യും. എങ്ങനെയാ 4ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത്? 1 വളരെ ഉയർന്ന മാനവ വികസനം, അതായത് 0 to 1 എന്ന് പറയുമ്പോൾ 0.0800 ആണ് ഉയർന്ന മാനവ വികസന സൂചിക എന്ന് പറയുന്നത്. അതുപോലെ രണ്ടാമത്തത് ഉയർന്ന മാനവ വികസനം, വളരെ ഉയർന്നത്, അത് കഴിഞ്ഞ് ഉയർന്നത്, അതായത് 0.7 തൊട്ടിട്ട് 0.799 വരെയാണ് ഒരുവിധം ഉയർന്ന മാനവ വികസനം. ദെൻ ഇടത്തരം മിഡിൽ ലെവലിൽ വരുന്നതാണ് 0.550 തൊട്ടിട്ട് 0.699 വരെയാണ് ഏകദേശം ഒരു മിഡിൽ ലെവലിൽ വരുന്ന ഹ്യൂമൻ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഏറ്റവും താഴ്ന്ന രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ 0.550 താഴെയാണെങ്കിൽ അവിടുത്തെ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് വളരെ കുറവാണ്. അതായത് ഈ 3 കാര്യങ്ങളും, ആയുർദൈർഘ്യം, സാക്ഷരതയുടെ അതുപോലെ മൊത്തം സ്കൂൾ പ്രവേശനത്തിന്റെ നിരക്കും പെർ ക്യാപിറ്റ ഇൻകം വളരെ കുറവായിരിക്കും. ഓക്കെ, അപ്പൊ ഇത് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അങ്ങനെ കൊടുക്കുന്നത്. HDI മൂല്യത്തെ അടിസ്ഥാനമാക്കി 1990 മുതൽ ഐക്യരാഷ്ട്ര വികസന സമിതി ലോകരാഷ്ട്രങ്ങളെ വികസനത്തിന്റെ അടിസ്ഥാനത്തിൽ തരംതിരിച്ചിട്ട് HDI റിപ്പോർട്ട് തയ്യാറാക്കി വരുന്നുണ്ട്. 2023 റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയുടെ സ്ഥാനം 193 രാജ്യങ്ങളിൽ 130 ആണ്. അപ്പൊ ഇപ്പൊ എത്രയാണ് 2026 നമ്മുടെ രാജ്യം ഏത് ലെവലിലാണ് നിൽക്കുന്നതെന്ന് ചോദിക്കുവാണെങ്കിൽ വലിയ വ്യത്യാസം ഒന്നുമില്ല. നമ്മുടെ രാജ്യം ഇപ്പോഴും 130ാമത് തന്നെയാണ് നിൽക്കുന്നത്. 130, 193 നമ്മുടെ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഏകദേശം ഇപ്പോഴത്തെ ലെവൽ അനുസരിച്ച് 0. ഇവിടെ കൊടുത്തിട്ടുണ്ട് 0.685 തന്നെയാണ് ഇപ്പം നിലവിലത്തെ 2023 ഡേറ്റയാണ്. 2025 നമ്മൾ കവർ ചെയ്ത് പഠിക്കുന്നത് 0.685 ആണ് നമ്മുടെ ഇപ്പോഴത്തെ, അതായത് ഏത് ലെവലിലാണ് നമ്മൾ നിൽക്കുന്നത്? ഏകദേശം ഇടത്തരം മാനവ വികസന സൂചികയുടെ ആ ഒരു നിലവാരത്തിലാണ് നമ്മൾ ഇപ്പൊ നിൽക്കുന്നത്. ഓക്കെ, അപ്പം ഓർത്ത് വെക്കുക, നമ്മുടെ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ഏറ്റവും കൂടുതൽ ഐസ്ലാൻഡിനാണ് കേട്ടോ. ഇപ്പം ഏറ്റവും കൂടി നിൽക്കുന്നത് ഐസ്ലാൻഡിലാണ്.
0.972 ആണ് ഐസ്ലാൻഡിൽ. ദെൻ സ്വിറ്റ്സർലാൻഡ് ആണ് തൊട്ട് പുറകിൽ, 0.970 ആണ് സ്വിറ്റ്സർലാൻഡ് എന്ന് പറയുന്നത്. ദെൻ നോർവേ ആണ് അടുത്തത്, 0.970 തന്നെയാണ് നോർവേയും. ദെൻ ഡെൻമാർക്ക് ആണ്, 0.962 ആണ് ഡെൻമാർക്ക് എന്ന് പറയുന്നത്. ദെൻ ജർമ്മനിയാണ്. അങ്ങനെയാണ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്. ഐസ്ലാൻഡ്, സ്വിറ്റ്സർലൻഡ്, നോർവേ, ഡെൻമാർക്ക്, ജർമ്മനി. നമ്മൾ 130ാമത്തെ പ്ലേസിലാണ് നിൽക്കുന്നത് ഓർത്ത് വെച്ചേക്കാം. അപ്പൊ ഇത്രയും കാര്യം ഓർമ്മയുണ്ടല്ലോ. ദെൻ 2026 ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ടിന്റെ തീം എന്താണെന്ന് ചോദിക്കും. ആൻ ഇൻസ്പിറേഷണൽ അപ്രോച്ച് ടു പ്ലാനറ്ററി ആൻഡ് ഹ്യൂമൻ ഫീച്ചേഴ്സ് എന്ന് പറയുന്നതാണ് 2026 ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ടിന്റെ തീം. എന്താ? ആൻ ആസ്പിറേഷണൽ അപ്രോച്ച് ടു പ്ലാനറ്ററി ആൻഡ് ഹ്യൂമൻ ഫ്യൂച്ചർ. ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, അപ്പൊ ഇത്രയും പറഞ്ഞിട്ട് നമ്മൾ ആ ഒരു ടോപ്പിക് അങ്ങ് നിർത്താൻ പോവുകയാണ്. ദെൻ അടുത്ത നമ്മൾ പറയാൻ പോകുന്നത്, ഇങ്ങോട്ട് നോക്കിക്കോളൂ, ഫിസിക്കൽ ക്വാളിറ്റി ലൈഫ് ഇൻഡെക്സ്, ഭൗതിക ജീവിത ഗുണമേന്മ സൂചിക. ജനങ്ങളുടെ ജീവിത നിലവാരം ഉയരുകയും അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുകയും ചെയ്യുന്ന തരത്തിലായിരിക്കണം ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക വികസനം. ഇതിന്റെ അടിസ്ഥാനത്തിൽ 1979 സാമ്പത്തിക ശാസ്ത്രജ്ഞനായ മോറിസ് ഡേവിഡ് മോറിസ് വികസിപ്പിച്ചെടുത്ത വികസന സൂചികയാണ് ഭൗതിക ജീവിത ഗുണമേന്മ സൂചിക, ഫിസിക്കൽ ക്വാളിറ്റി ലൈഫ് ഇൻഡെക്സ്. ഭൗതിക ജീവിത ഗുണനിലവാര സൂചിക തയ്യാറാക്കുന്നത് 3 സൂചികകളെ അടിസ്ഥാനമാക്കിയാണ്. 1 അടിസ്ഥാന സാക്ഷരതാ സൂചിക അഥവാ ബേസിക് ലിറ്ററസി ഇൻഡെക്സ്. 2 ശിശുക്കളുടെ മരണനിരക്ക് സൂചിക, ഇൻഫന്റ് മോർട്ടാലിറ്റി ഇൻഡെക്സ്. 3 ആയുർ ദൈർഘ്യം, ലൈഫ് എക്സ്പെക്ടൻസി ഇൻഡെക്സ്. ഈ 3 കാര്യം വെച്ചിട്ടാണ് എന്തെടുക്കുന്നത്? ഈ പറഞ്ഞുകൊണ്ട് തന്നെ ഫിസിക്കൽ ക്വാളിറ്റി ലൈഫ് ഇൻഡെക്സ് കണക്കാക്കുന്നത്. ആയുർ ദൈർഘ്യം കണക്കാക്കുന്നത് ഒരു മനുഷ്യൻ ശരാശരി എത്ര വർഷം ജീവിച്ചിരിക്കുന്നു, അതാണല്ലോ ആയുർ ദൈർഘ്യം. ശിശു മരണ നിരക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 ലൈവ് ബർത്ത്, 1000 കുഞ്ഞുങ്ങൾ ജനിച്ചാൽ 1 വയസ്സ് തികയുന്നതിന് മുൻപ് മരണപ്പെടുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണം, അതായത് 1000-നകത്ത് എത്ര കുഞ്ഞുങ്ങളാണ് 1 വയസ്സ് കൊണ്ട് മരിക്കുന്നത്. ദെൻ അടിസ്ഥാന സാക്ഷരത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുതാനും വായിക്കാനും കഴിയുന്ന ജനസംഖ്യയുടെ എത്ര ശതമാനമാണ്, ടോട്ടൽ ജനസംഖ്യയുടെ ഇത്ര ശതമാനം ആൾക്കാർക്ക് എഴുതാനും വായിക്കാനും അറിയാം, അതാണ് അടിസ്ഥാന സാക്ഷരത. ഈ 3 സൂചകങ്ങളുടെയും ശരാശരിയാണ് ഭൗതിക ജീവിത ഗുണനിലവാര സൂചിക അഥവാ PQLI. അതായത് ലൈഫ് എക്സ്പെക്ടൻസി, ഇമ്മോർട്ടാലിറ്റിയുടെ റേറ്റ്, അതുപോലെ ബേസിക് ലിറ്ററസി റേഷ്യോ. ഇതെല്ലാം കൂടെ കൂട്ടുക, ശരാശരി എടുക്കുക എന്ന് പറയുമ്പോൾ ഡിവൈഡഡ് ബൈ 3. ഓക്കെ ആണല്ലോ. ഭൗതിക ജീവിത ഗുണമേന്മ സൂചിക തയ്യാറാക്കുമ്പോൾ പ്രതിശീർഷ വരുമാനത്തെ പരിഗണിക്കാത്തത് ഈ സൂചികയുടെ ഒരു പോരായ്മയാണ്. ഈ പോയിന്റ് നിങ്ങൾ പഠിച്ചു വെക്കണം. അതായത് പെർ ക്യാപിറ്റ ഇൻകം ഈ ഒരു ഭൗതിക ജീവിത ഗുണമേന്മ സൂചിക തയ്യാറാക്കുമ്പോൾ എടുക്കുന്നില്ല. അതൊരു പോരായ്മയായിട്ടാണ് നമുക്ക് തോന്നുന്നത്. കാരണം പെർ ക്യാപിറ്റ ഇൻകം കണക്കാക്കാതെ ഒരു സൂചിക എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മണ്ടത്തരാണത്. അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, സുസ്ഥിര വികസന ലക്ഷ്യ സൂചിക. നമ്മുടെ ഇന്ത്യയുടെ കേസിൽ ഏറ്റവും കൂടുതൽ ഇപ്പം നമ്മൾ നോക്കുന്നത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോളുകളാണ് അല്ലെ. അതായത് സുസ്ഥിര വികസനത്തെ കുറിച്ച് ഐക്യരാഷ്ട്രസഭ 2015 അംഗീകരിച്ച സുസ്ഥിര വികസന ലക്ഷ്യങ്ങളെ കുറിച്ച് നമുക്ക് ഓൾറെഡി അറിയാം. സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനായിട്ട് രാജ്യങ്ങൾ നടത്തുന്ന പ്രവർത്തനങ്ങളെ വിലയിരുത്തുന്നത് ഈ സുസ്ഥിര വികസന ലക്ഷ്യ സൂചിക, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ ഇൻഡെക്സുകൾ ഉപയോഗിച്ചിട്ടായിരിക്കും. ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും വികസന പുരോഗതി കണക്കാക്കുന്നതിന് നീതി ആയോഗ് ഐക്യരാഷ്ട്രസഭയുമായി സഹകരിച്ചിട്ട് തയ്യാറാക്കുന്ന ഒരു സമഗ്രമായിട്ടുള്ള ഒരു വികസന സൂചികയാണ് ഇന്ത്യയുടെ സൂചിക, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ ഇന്ത്യ ഇൻഡെക്സ് എന്ന് പറയുന്നത്. അതായത് നീതി ആയോഗും ഈ പറഞ്ഞ ഐക്യരാഷ്ട്രസഭയുമായിട്ട് സഹകരിച്ചിട്ടാണ് ഈ ഒരു സൂചിക നമ്മുടെ ഇന്ത്യയിൽ തയ്യാറാക്കുന്നത്. ഓക്കെ, 2018 ആരംഭിച്ച SDG ഇന്ത്യ സൂചിക ഇന്ത്യയിലെ സാമ്പത്തിക, സാമൂഹ്യ, പാരിസ്ഥിതിക മേഖലകളെ 17 സുസ്ഥിര വികസന ലക്ഷ്യങ്ങളെയും ചേർത്തിട്ടാണ് വിലയിരുത്തുന്നത്. അതായത് ഇന്ത്യയിലെ സാമ്പത്തിക, സാമൂഹ്യ, പാരിസ്ഥിതിക മേഖലകളിലെ 17 സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോളുകളെ വിലയിരുത്തും. അതിനകത്ത് നോക്കിക്കേ, സാമ്പത്തിക ലക്ഷ്യങ്ങളുണ്ട്, സാമൂഹിക ലക്ഷ്യങ്ങളുണ്ട്, പാരിസ്ഥിതിക ലക്ഷ്യങ്ങളുണ്ട്. ഏറ്റവും കൂടുതൽ നമ്മൾ പാരിസ്ഥിതിക ലക്ഷ്യങ്ങളാണ് നമ്മൾ ഈ ഡിഗ്രി പ്രിലിംസിന്റെ ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്യുന്നത്. സാമ്പത്തിക ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? താങ്ങാനാവുന്നതും ശുദ്ധമായ ഊർജവും മാന്യമായ തൊഴിലും സാമ്പത്തിക വളർച്ചയും. അതായത് താങ്ങാനാവുന്നതും ശുദ്ധമായ ഊർജവും എന്ന് പറയുന്നത് SDG 7 ആയിരുന്നു. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ 7ാമത്തെ ആ ഒരു മീറ്റിംഗിന്റെ ഹൈലൈറ്റ് ആയിരുന്നു. മാന്യമായ തൊഴിലും സാമ്പത്തിക വളർച്ചയും SDG 8ന്റെ ആ ഒരു ഗോൾ ആയിരുന്നു. വ്യവസായം, നവീകരണം, അടിസ്ഥാന സൗകര്യം SDG 9ന്റെ ഗോളും ഉത്തരവാദിത്ത ഉപഭോഗവും ഉൽപാദനം SDG 12ന്റെ ഗോളായിരുന്നു. അതായത് സാമൂഹ്യ ലക്ഷ്യം വരുമ്പം ദാരിദ്ര്യ നിർമ്മാർജ്ജനമായിരുന്നു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ 1ന്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. വിശപ്പില്ലായ്മയുള്ള ഒരു അവസ്ഥയിലേക്ക് പോകുക SDG 2ന്റെ ലക്ഷ്യം. നല്ല ആരോഗ്യവും ക്ഷേമവും SDG 3യും.
ഗുണമേന്മയിലുള്ള വിദ്യാഭ്യാസം SDG 4ഉം ലിംഗസമത്വം SDG 5ഉം ശുദ്ധമായ ജലവും പൊതു ശുചിത്വവും SDG 6ഉം അസമത്വം ലഘൂകരിക്കുക അത് SDG 10ഉം സുസ്ഥിര നഗരങ്ങളും സമൂഹങ്ങളും SDG 11ഉം സമാധാന നീതി ശക്തമായ നിയമ സ്ഥാപനങ്ങൾ SDG 16ഉം സുസ്ഥിര വികസനത്തിനായി അന്താരാഷ്ട്ര ധാരണ മെച്ചപ്പെടുത്തുക എന്നുള്ളത് SDG 17ഉം. ഇനി കാലാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സമയത്ത് എന്താ ഓർക്കേണ്ടത്? കാലാവസ്ഥാ വ്യതിയാനം SDG 13ഉം ജലത്തിനടിയിലെ ജീവന്റെ സംരക്ഷണം SDG 14ഉം അതുപോലെ കരയിലെ ജീവന്റെ സംരക്ഷണം SDG 15ഉം ആയിരുന്നു. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെച്ചേക്കാം. ഇനി ഓരോ പ്രാവശ്യവും ഈ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോള് അച്ചീവ് ചെയ്യുന്നതിനകത്ത് രാജ്യങ്ങൾക്ക് സ്ഥാനങ്ങളുണ്ട്. അതനുസരിച്ച് 2025 ഫസ്റ്റ് പ്ലേസ് കിട്ടിയത് ഫിൻലാൻഡിനായിരുന്നു. ആദ്യത്തെ പ്ലേസ് SDG റാങ്കിങ് 2025 ഫിൻലാൻഡിനാണ് ഫസ്റ്റ് പ്ലേസ്. 2 സ്വീഡനാണ് കിട്ടിയത്, 3 ഡെൻമാർക്കിനും 4 ജർമ്മനിക്കുമാണ്. ഓക്കെ, ഇന്ത്യയുടെ പെർഫോമൻസ് നോക്കുമ്പോൾ 167 രാജ്യങ്ങളിൽ നമ്മൾ ഇപ്പം നിൽക്കുന്നത് 99ാമത്തെ പ്ലേസിലാണ്. SDGയുടെ കേസിൽ എത്രയാണ്? 99 നമ്മുടെ സ്കോർ എന്ന് പറയുന്നത്. 67 നമ്മുടെ സ്കോർ എന്ന് പറയുന്നത്. അപ്പൊ ഓരോ സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുടെയും മൂല്യം കണക്കാക്കി അവയുടെ ശരാശരി കണ്ടെത്തിയാണ് SDG ഇന്ത്യ സൂചികയുടെ സ്കോർ നിർണ്ണയിക്കുന്നത്. ഇവ 0നും 100നും ഇടയിലായിരിക്കും. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ 67 ആണെന്ന്. അപ്പം 0നും 100നും ഇടയ്ക്കായിരിക്കും SDG ഇൻഡെക്സ് കണക്കാക്കുന്നത്. ഇവിടെ നോക്കിക്കേ, 0 to 49 എന്ന് പറയുമ്പോൾ നന്നായിട്ട് പരിശ്രമം ആവശ്യമുള്ള വിഭാഗം. 50 to 64 ആണെങ്കിൽ മികച്ച പ്രകടനമാണ്. 65 തൊട്ട് 99 ആണെന്നുണ്ടെങ്കിലോ ലക്ഷ്യങ്ങളിലേക്ക് വേഗത്തിൽ മുന്നേറുന്നവരെന്ന, അതായത് നമ്മളിപ്പം നിലവിലെ എന്താ പറയുന്നത്, നമ്മൾ കുറച്ചുകൂടെ മുന്നിലാണ് എന്നുള്ളതാണ്. ദെൻ 100 എന്ന് പറയുമ്പോൾ ലക്ഷ്യം പൂർണ്ണമായിട്ടും കൈവരിച്ചവരെന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ ആണല്ലോ. ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും ഒക്കെ ഗ്രാഫ് നോക്കി പറയാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഗ്രാഫുകൾ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അത്രയും കാര്യങ്ങളും കൂടെ നോക്കുക. ഇനി കേരള മാതൃക ഇമ്പോർട്ടന്റ് ആണ്. വികസനത്തിന്റെ കേരള മാതൃക, അതിനകത്ത് നവ കേരള മിഷൻ കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കുക. വിദ്യാഭ്യാസം, ആരോഗ്യം, സാമൂഹ്യനീതി തുടങ്ങിയ മേഖലകളിൽ വലിയ മുന്നേറ്റം കേരളം കൈവരിച്ചിട്ടുണ്ട്. ഉയർന്ന സാക്ഷരതാ നിരക്ക്, കുറഞ്ഞ ശിശുമരണ നിരക്കും മെച്ചപ്പെട്ട ആയുർദൈർഘ്യം എന്നിവ ഇതിന്റെ പ്രധാനപ്പെട്ട സവിശേഷതയാണ്. പ്രീവിയസ് ചോദ്യമാണ്. ഭൂപരിഷ്കരണം, എല്ലാവർക്കും പ്രാപ്യമായ പൊതുജനാരോഗ്യ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾ, പൊതുവിതരണ സമ്പ്രദായം, സാമൂഹ്യ സുരക്ഷാ പദ്ധതി, ജനകീയ പങ്കാളിത്തം, ഇതിനകത്തൊക്കെ നമ്മൾ കേരളം വളരെ മുന്നിലാണ് അല്ലെ. അപ്പൊ സാക്ഷരതാ നിരക്ക് കൂടുതലാണ്, ശിശുമരണ നിരക്ക് കുറവാണ്, മെച്ചപ്പെട്ട ആയുർദൈർഘ്യം, അതായത് മൊത്തത്തിലെ നമ്മൾ ആയുർദൈർഘ്യത്തിൽ മുന്നിലാണ്. ദെൻ നവകേരള മിഷൻ നോക്കിക്കേ, കേരളത്തിന്റെ സമഗ്ര വികസന കാഴ്ചപ്പാടോടെ 2016 ആരംഭിച്ച ഒരു കർമ്മ പദ്ധതിയാണ് നവകേരള മിഷൻ. ആരോഗ്യ മേഖലയിൽ ആർദ്രം മിഷൻ, സമ്പൂർണ്ണ പാർപ്പിടം ഉറപ്പാക്കുന്ന ലൈഫ് മിഷൻ, പൊതുവിദ്യാഭ്യാസ രംഗത്ത് പുരോഗതി ലക്ഷ്യമിടുന്ന വിദ്യാകിരണം, ജലസംരക്ഷണ, മാലിന്യ സംസ്കരണം, ജൈവ കൃഷി പ്രോത്സാഹനം എന്നിവ ഉൾക്കൊള്ളുന്ന കേരള ഹരിത മിഷൻ എന്നീ 4 പ്രധാന മിഷനുകളൊക്കെ എന്തിനുൾപ്പെടുന്നു? നവകേരള മിഷൻ ഉൾപ്പെടുന്നു. ഈ 4 മേഖലകളിലെയും അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ പരിഹരിച്ച് ജനജീവിതം മെച്ചപ്പെടുത്തുക എന്നതാണ് മിഷന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. നിലവിലുള്ള 4 മിഷനുകളുടെ പ്രവർത്തനം ശക്തിപ്പെടുത്തുന്നതിനോടൊപ്പം കേരളത്തിലെ റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവ് കേട്ടിട്ടുണ്ടല്ലോ, അതുകൂടെ ഉൾപ്പെടുത്തിയിട്ട് 2021 മുതൽ നവകേരള മിഷൻ 02 ആണ് ഇപ്പൊ നടപ്പാക്കുന്നത്. പുതിയ വെല്ലുവിളികളെയും 2ാം തലമുറ പ്രശ്നങ്ങളെയും അഭിമുഖീകരിച്ച് വികസനത്തിന്റെ നേട്ടങ്ങളിൽ എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾപ്പെടുത്തി സാമ്പത്തികവും സാമൂഹ്യമായ പുരോഗതിയിലേക്ക് കേരളത്തെ നയിക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. അപ്പൊ ഇന്ന് പറഞ്ഞ പോയിന്റ്സ് വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. ഒന്നും വിട്ട് കളയാനായിട്ട് ഒന്നും ഇതിനകത്തില്ല. അതുപോലെ ഒരു കാര്യം കൂടെ നോക്കി വെച്ചോളൂ. നീതി ആയോഗിന്റെ SDG ഇന്ത്യ ഇൻഡെക്സിൽ 2023-24 കേരളവും ഉത്തരാഖണ്ഡും ആയിരുന്നു ഏറ്റവും ഫ്രണ്ടിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ കേരളത്തിന് ഈ പറഞ്ഞ ഉത്തരാഖണ്ഡിനുമാണ് സംസ്ഥാനങ്ങളിൽ ഫ്രണ്ട് പൊസിഷൻ കിട്ടിയിട്ടുള്ളത്. അതിനുശേഷം തമിഴ്നാട്, ഗോവ, ഹിമാചൽ പ്രദേശ് തുടങ്ങിയിട്ടുള്ള ആൾക്കാരും ഉണ്ട്. പറഞ്ഞുകൊണ്ട് കേരളമാണ് ടോപ്പ് പെർഫോമർ. സീറോ ഹങ്കർ, ക്വാളിറ്റി എഡ്യൂക്കേഷൻ, ജെൻഡർ ഇക്വാലിറ്റി, സസ്റ്റൈനബിൾ ഇൻഫ്രാസ്ട്രക്ചറിലൊക്കെ നമ്മൾ വളരെയധികം മുന്നിലാണ്. ഓക്കെ ആണല്ലോ. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഇതുപോലെയുള്ള പുതിയ SCERT ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ട് പുതിയ പുതിയ ഒരുപാട് പോയിന്റ്സ് ഉണ്ട്, ഇതിൽ നിന്ന് തന്നെ ചോദിക്കും, അത് പഠിക്കാം. ഞാൻ പറഞ്ഞ കോഴ്സിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് അതുകൊണ്ട് ഒരു നഷ്ടവും വരില്ല. നിങ്ങൾക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റത്തേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.